വീട്ടുകാര്യങ്ങൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ ടോപ്പിക്കാണ് പറയുന്നത്. നമ്മളുടെ കുട്ടികളുടെ പ്രഗ്നൻസിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2-3 കുട്ടികളായി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഞങ്ങൾക്കൊരു ഒരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി ഇടുക ചെയ്യുന്നു പല പ്രാവശ്യം ഇപ്പോൾ പറയണത്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ആണ് ഇതിടുന്നത്. കാരണം എനിക്ക് അത്ര വലിയ പിടുത്തില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അതൊക്കെ കഴിഞ്ഞും പോയി. അത്ര ഇപ്പോഴത്തെ ഇതൊക്കെ സിറ്റുവേഷൻ ഇതൊക്കെ മാറിപ്പോയി. അപ്പം ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറയുന്നതല്ല, ഞാൻ പല ഡോക്ടേഴ്സിൻ്റെയും ഇൻ്റർവ്യൂ ഒക്കെ ഒന്നെടുത്ത് നോക്കിയപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പറഞ്ഞേക്കുന്നതല്ല. അപ്പോൾ അവർ പറയണത് ഈ പ്രഗ്നൻസി പീരീഡിൽ 3 അവർ തരംതിരിച്ചേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ 3 മാസം, പിന്നത്തെ 3 മാസം, പിന്നത്തെ 3 മാസം. അപ്പം അങ്ങനെ 3 9 മാസമാകുമ്പോൾ നമ്മൾ സമയമായി. അപ്പോൾ ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടമൊന്നും ആയിട്ടില്ല. അപ്പം കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇരട്ടി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയും, 2 ആളുടെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയില്ല. അങ്ങനെയൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. കാരണം ആദ്യത്തെ 3 മാസത്തേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ മതി, സാധാരണ കഴിക്കുന്ന പോലെ ഒരു ഇത്തിരി കൂടി കഴിക്കാമെന്ന്. അപ്പോൾ ആദ്യത്തെ 2-3 മാസമൊക്കെ കുട്ടികൾക്ക് ഇത്തിരി ഛർദിലൊക്കെ ഉണ്ടാവില്ലേ. ഈ ഛർദിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ ഒന്നും കഴിക്കാൻ പറ്റാതെ കുഞ്ഞിന് കുഴപ്പമുണ്ട്, അങ്ങനെയൊന്നുമില്ല. അത് ആദ്യത്തെ അതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അത്യാവശ്യം നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുക, അത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ പാല് കുടിക്കുന്നത് നല്ലതാണെന്ന്. 3 ഗ്ലാസ് പാല് ഒരു ദിവസം കുടിക്കുന്നത് വളരെ നല്ലത്. അത് പാലെന്ന് പറയുമ്പോൾ നമ്മൾ പാക്കറ്റ് പാലാണെങ്കിൽ അത് കുടിക്കാതിരിക്കുന്നതിനുള്ള ഉത്തമം. കാരണം നമുക്ക് നല്ല പാല് കിട്ടണമെങ്കിൽ മാത്രം കുടിക്കുന്നതിന്, അല്ലെങ്കിൽ അത് വിപരീത ഫലമായിരിക്കണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പാല് 3 പ്രാവശ്യം കുടിക്കുക. മുട്ട 2 ഒക്കെ കഴിക്കാം. ഇനി മുട്ട കഴിക്കാത്ത വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ തൈര് 2-3 കപ്പ് തൈരൊക്കെ കഴിക്കാം ഒരു ദിവസം. പിന്നെ നമ്മൾ 3 മാസം കഴിയാൻ നേരത്ത് 4-ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് വളർച്ച കൂടുതൽ ഉണ്ടാകുന്നത്. ആ ടൈമിൽ നമ്മൾ ഭക്ഷണം കുറച്ചും കൂടി കൂടുതൽ കഴിക്കണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇത് വിറ്റമിൻ സി, അയൺ ഇതടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ഇലക്കറികൾ മസ്റ്റായിട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നെല്ലിക്ക ഒരു 3 കഴിച്ചാൽ അത്രയും നല്ലതെന്നാണ് പറഞ്ഞത്. ഉപ്പിലിട്ടൊന്നും കഴിക്കരുത് കേട്ടോ. ഉണക്ക നെല്ലിക്കണമെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ കഴിക്കുക. പിന്നെ എള്ളുണ്ട ഏറ്റവും ബെസ്റ്റാണ്. അതിനത് ശർക്കരയും ഉണ്ട്, എള്ളുണ്ട്, 2ഉം ബെസ്റ്റാണ്. വിറ്റമിൻ സിയും അതുപോലെ തന്നെ അയൺ എള്ളിൽ അത്. അതുപോലെ പുളിയുള്ള വിറ്റമിൻ സി കിട്ടുന്നത് പുളിയുള്ള ഫ്രൂട്ട്സ് ആണ്. അപ്പം നമ്മൾ പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, അതും വളരെ നല്ലതാണ്. പിന്നെ നമ്മളുടെ രാത്രി നമ്മൾ കിടക്കുന്നതൊക്കെ ചരിഞ്ഞ് ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നതായിരിക്കും നല്ലതെന്ന് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ ഇടതുവശം ചരിഞ്ഞ് കിടന്ന് മതിയാകുമ്പോൾ മാത്രം വലതുവശത്തേക്ക് തിരിയുക, നേരെ കിടക്കാതിരിക്കുക. മാക്സിമം നേരെ കിടക്കുന്നത് ഒഴിവാക്കുക. അപ്പം ഇടതുവശം കൂടുതലായി ശ്രദ്ധിക്കുക. ഇനി അത് വശം മരവിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞടക്കുക. പിന്നെ നമ്മൾ വീട്ടിലുള്ള ആളുകൾ കുട്ടിക്ക് ഒരു സന്തോഷമായ ഒരു അറ്റ്മോസ്ഫിയർ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. കാരണം ആ മാനസികമായിട്ടുള്ള സന്തോഷം നമ്മുടെ കുഞ്ഞിനും അതിൻ്റെതായ ആരോഗ്യത്തോടുകൂടി പുറത്തേക്ക് വരാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളുടെ മതഗ്രന്ഥങ്ങൾ മസ്റ്റായിട്ട് വായിക്കുക. അപ്പോൾ അതൊക്കെ വളരെ സമാധാനം, നമ്മളുടെ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞിനും സന്തോഷം. അപ്പം അങ്ങനെ. പിന്നെ വയറിൻ്റെ അനക്കങ്ങൾ, ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസം ആകുമ്പോഴേ വയറിൻ്റെ അനക്കം അറിയാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് കഴിഞ്ഞിട്ട് അങ്ങനെ 2-ാമത്തെ 3-ാമത്തേക്ക് ആണെങ്കിൽ ഒരു 4 മാസത്തിന് മുമ്പൊക്കെ തന്നെ അനക്കം മനസ്സിലാകാൻ തുടങ്ങും. ഫസ്റ്റ് മാത്രമുള്ളൂ 5 മാസം. അപ്പം നമ്മൾ കാലത്ത് ഭക്ഷണം, ഉച്ചക്ക് ഭക്ഷണം, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കുഞ്ഞ് അനങ്ങുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അനക്കം കുറവ് നമുക്കറിയാമല്ലേ, അങ്ങനെ അനക്കം കുറവാണ് കൂടുതലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പം ആ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കണ്ടാൽ മാത്രം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ മതി. പിന്നെ ഇത് ആദ്യത്തെ സ്കാനിങ് അത്യാവശ്യം എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് പിന്നത്തെ സ്കാനിങ് നോർമലായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഈ സ്കാനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞനുസരിച്ച് നമ്മൾ ചെയ്യുന്നെന്ന് മാത്രം, വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ. പിന്നെ നമ്മളുടെ ലാസ്റ്റ് ഇത് 6 മാസം 7-ാം മാസത്തിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മളുടെ വയറ് അങ്ങനെ വലിയണല്ലേ, വയറ് വലുതാകണല്ലേ. അപ്പോൾ ഇത്തിരി ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയ കാര്യമില്ലെന്നാണ് പറഞ്ഞത്. ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ മാത്രം കാണിച്ചാൽ മതി, അല്ലാതെ എല്ലാവർക്കും ഉണ്ടാകും ചൊറിച്ചിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ അതിൻ്റെ
രാത്രി കിടക്കുമ്പോഴേക്കും ആണെങ്കിലും നമ്മളൊന്ന് ശരീരം നീറ്റാക്കിയിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ, നേരെ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് കുറച്ചേരം കട്ടിലൊക്കെ ഇരുന്ന് ഒന്ന് ആശ്വസിച്ച് ഒന്ന് മനസ്സിനെ പാകപ്പെടുത്തി എടുത്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും നമ്മളുടെ സാധാരണ ഇടുന്ന ഡ്രസ്സ് ഒഴിവാക്കാനാണ് അവർ പറയുന്നത്. എപ്പോഴും ഇത് ലൂസായിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് ഇട്ടോ കുഴപ്പമില്ലല്ലേ, നൈറ്റ് ഡ്രസ്സ് ഇത്തിരി ലൂസല്ലേ. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ഫാഷനാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, നമ്മൾ ഭംഗി നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ജങ്ക് ഫുഡ് മാക്സിമം അല്ല, പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോഴേക്കും അത് കുട്ടിക്ക് വളരെയധികം ദോഷത്തിലേക്ക് വരുന്ന ഒരു കാര്യം എന്നാണ് പറഞ്ഞത്. ആവിയിൽ വെന്ത അട, അതുപോലെ അതായത് ശർക്കര തേങ്ങയൊക്കെ ഇട്ട സാധനങ്ങളില്ലേ, അത് ഏറ്റവും ബെസ്റ്റാന്നാണ് പറഞ്ഞത് ഈ പ്രഗ്നൻസി ടൈമിൽ. കാരണം ആ അട, കൊഴുക്കട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമല്ല, അപ്പോഴേക്കും വേണമെങ്കിൽ ഒരു ഗ്ലാസ് അതിനെ കൂടി ഒരു പാല് കഴിക്കാം, ഒരു മുട്ട കഴിക്കാം. പിന്നെ ഉച്ചക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർ ഈ മുട്ടയൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഉച്ചക്കും ഒരു കപ്പ് തൈര് നല്ലതായിരിക്കും. തൈര് കഴിക്കണം നല്ലതാണ്. പിന്നെ നമ്മൾ 11 മണിയൊക്കെ ആവൂലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 11 മണിയൊക്കെ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പുളിയുള്ള ടൈപ്പ് ഫ്രൂട്ട്. പിന്നെ ഈ ഏത്തപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പെട്ടെന്ന് തന്നെ വണ്ണം വെക്കും എന്നുള്ള രീതിയിൽ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏത്തപ്പഴം, കടലയൊക്കെ എന്നെ കൊണ്ടൊന്നും കഴിപ്പിച്ചിട്ടില്ല, കുഞ്ഞ് ഭയങ്കര. പിന്നെ നമ്മൾ കുഞ്ഞിന് കളറുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, ഇത് മറ്റേ സാഫ്രണൊക്കെ കഴിക്കില്ലേ, കുങ്കുമപ്പൂ കഴിക്കില്ലേ, അത് ആ പൈസ പോയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് വേസ്റ്റാണ്, നിങ്ങളതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കുള്ളൂ, വേറെ ആരെപ്പോലെയും വരില്ല. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ ഭയങ്കര നമ്മൾ കറുത്തതാണ്, ഫാമിലിയിൽ നല്ല വെളുത്ത ആൾക്കാർക്ക് അത് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതല്ലാതെ നമ്മൾ ഈ കുങ്കുമപ്പൂവോ ബാക്കി എന്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാലും യാതൊരു വ്യത്യാസം കുഞ്ഞിന് വരാൻ പോണില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞിനെ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പം നമ്മൾ നല്ല ചിന്തകളും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പോയാൽ മാനസികമായിട്ടുള്ള ഒരു കുഞ്ഞിന് നല്ല ഒരു സ്വസ്ഥമായിട്ട് പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നതല്ല, അത് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഇതൊരു നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ പേടിക്കാനാ ഒന്നും തന്നെ ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ നമ്മളുടെ ആ പ്രസവത്തിൻ്റെ ടൈമിൽ വരുമ്പോൾ പെയിൻ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പെയിൻ കുറേ ഇങ്ങനെ ഡ്യൂറേഷൻ കൂടുതൽ പെയിൻ ഒന്ന് വന്നു കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ട്, അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ആ ടൈമൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള പെയിൻ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അത് നമ്മളുടെ പ്രസവത്തിന് കുറേ മുൻപേ ഉള്ള ഒരു അറിയിപ്പാണത്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകുക. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ഫ്ലൂയിഡൊക്കെ ഇത്തിരി ലീക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടേ കാണിച്ചേക്കുക അവസാന സമയങ്ങളിലൊക്കെ, ഈ ലാസ്റ്റ് 7 months കഴിഞ്ഞിട്ടുള്ള ടൈമിൽ. അപ്പം ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു, പേടിക്കാൻ അങ്ങനെയുള്ള ഒന്നുമില്ല. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, വലിയ പുതുമൊന്നുമില്ല, അത്രയേ ഉള്ളു, വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രഗ്നൻസി ഇത് പ്രസവിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും കൂടുതൽ അങ്ങോട്ട് വല്ലാത്ത കെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പം സ്ഥാനമില്ലെന്നുള്ളതാണ് പറയുന്നത്. കാരണം പണ്ടത്തെ ആൾക്കാരാണ് കൂടുതൽ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ജോലി എടുക്കുന്ന ആളുകൾക്ക്, അവർക്കാണ് കൂടുതൽ കെയറിങ് ഈ ടൈമിലേ കിട്ടുള്ളൂ. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല സമാധാനമായിട്ട് വീട്ടുകാരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് 1-2 മക്കളല്ലേ ഉള്ളൂ, എല്ലാവരെയും നോക്കി സുഖമായിട്ടൊക്കെ കൊണ്ടുപോകണല്ലേ. മറ്റേത് അങ്ങനെയല്ല, അവരൊക്കെ പാടത്ത് പണിയെടുക്കാനും അങ്ങനെയൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആൾക്കാർ ആ പ്രസവത്തിൻ്റെ ഒരു 10-15 ദിവസമാണ് അവർക്ക് ആകെ ലീവ് കിട്ടുന്നത്. അപ്പം അവർ റെസ്റ്റ്, അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ അന്ന് കെയറിങ് തന്നെ ഇപ്പം തുടങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ലെന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ സിസേറിയനൊക്കെ ആയി പോകുന്നത് ഒരു 22 വയസ്സ് മുതൽ 26-28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആദ്യത്തെ പ്രസവം നടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പം അത് നോർമലായിട്ടുള്ള ഡെലിവറി ആയിരിക്കും. വേദന നമുക്ക് സഹിക്കാനുള്ള കരുത്തുണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളുടെ ഏജ് കൂടുന്നതും വേദന സഹിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ സിസേറിയൻ ആക്കി കളയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളു, കൂടുതലൊന്നും എനിക്ക് പറയാനറിയില്ല. ഇതിപ്പോൾ ഞാൻ കുറേ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അപ്പം ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ വാട്സാപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വോയിസ് എല്ലാവരും, ആരും എന്നെ വിളിക്കാൻ നിൽക്കരുത്, വിളിച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല.
ഇപ്പൊ കുറെ ആൾക്കാർ എനിക്ക് വോയിസ് മെസ്സേജ് കുറെ വിടുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടികളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഇതില് മടി മാറാൻ എന്നുള്ള ആ ഒരു വീഡിയോ ഇല്ലേ, അതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യക്കാർക്ക് വോയിസ് മെസ്സേജ് എടുക്കുക. കാരണം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് വായിക്കാൻ പറ്റില്ല. കാരണം മിക്കവരും തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണെന്ന് വായിച്ചെടുക്കാൻ ഒരുപാട് ടൈം വരും. അപ്പൊ വോയിസ് ആണെങ്കിൽ പെട്ടെന്നായിട്ട് വോയിസിൽ എനിക്ക് മറുപടി അയക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കുറെ ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. എന്താണ് പറ്റിച്ചതാണെന്നൊക്കെ ചില എനിക്ക് സങ്കടം വന്നില്ല സത്യത്തിൽ. കാരണം പറ്റിച്ചൊന്നുമല്ല. ഞാൻ ഈ നമ്പറൊന്നും ഇട്ടില്ലേ, നമ്പർ ഇട്ടപ്പോൾ തന്നെ ഇല്ലേ എന്തോരം കോൾസാണ് വന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടിപ്പോയി, ഇതാണ് നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞത്. ഇപ്പം വല്ലതിന് നേരം ഉണ്ടാ, എനിക്ക് പണിക്കാരുമില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യണത്. പിന്നെ ഇപ്പം എനിക്ക് യൂട്യൂബിൻ്റെ ഈ വർക്ക് കൂടിയാകുമ്പോൾ എനിക്ക് ഒത്തിരി പണിയാണ്, ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ കോൾ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ വാട്സാപ്പിൽ എനിക്ക് ഇത് വോയിസ് മെസ്സേജ് ഉണ്ടെങ്കിൽ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ഞാനത് എടുത്ത് കേട്ടിട്ട് അതിൻ്റെ മറുപടി അപ്പം തന്നെ ഞാൻ വിടാറുണ്ട്. ഇപ്പം ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതിനൊക്കെ ഞാൻ മറുപടി പറയുന്നുണ്ട്. അപ്പം ഇത്രയും നേരം എന്നെ കണ്ടത് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹായ് പറയാനായിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു, ഇത് ആദ്യം തുടക്കത്തിലെ ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കും. അത് സത്യമാണ്, എനിക്ക് തോന്നി. കാരണം ഇത് എന്താണ് ഇതിന്റെ കണ്ടന്റ് അത് മാത്രം കാണാനിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കാതെ ആദ്യം തന്നെ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനം അപ്പൊ ഹായ് പറഞ്ഞേക്കുന്ന ആളുകൾക്കൊക്കെ അറിയാല്ല അവർക്ക് ഹായ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അവരവസാനം വരെ ഇരുന്ന് കണ്ടോട്ടെ മറ്റുള്ളവർക്ക്, ഇത് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യാം. അപ്പൊ ഹായ് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാൻ അവസാനമാണ് ഇടാൻ പോകുന്നത്. അപ്പം അത് കുറച്ച് ആൾക്ക് ഹായ് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്രയും ടൈം വെറുതെ വേസ്റ്റാണ്, നിങ്ങളുടെ വിലപ്പെട്ട സമയം. പക്ഷെ എന്ത് ചെയ്യാനാണ്, കുറേ ആളുകളുടെ ആഗ്രഹമാണ് അത്. കാരണം നമ്മളൊക്കെ റേഡിയോയിലൊക്കെ പണ്ട് കേൾക്കൂലേ, ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ല, നമ്മുടെ പേര് റേഡിയോയിൽ കൂടി കേട്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കൂടി എൻ്റെ പേര് കേട്ട് എന്നൊക്കെയുള്ള ഒരു സന്തോഷം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരെയും മാനിക്കണം, എനിക്ക് ഇങ്ങനെ ഇത് ഇഷ്ടമില്ലാത്ത ആളുകളെയും മാനിക്കണം. രണ്ടും എനിക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പം എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഞാനിത് അവസാനത്തേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഫാമിലിയിലെ 4 പേര് അവർ പറഞ്ഞേക്കണത് നജു, സുഹൈബ്, സനു, സച്ചു. അപ്പം എല്ലാവർക്കും ഹായ്. പിന്നെ ലിനു, വേറൊരു കുട്ടി. പിന്നെ സ്മിതയുടെ വെഡിങ് ആനിവേഴ്സറി 18-നാണ്. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സ്മിത. ലിനു ഹായ്. പിന്നെ നമ്മുടെ ലച്ചുമോൻ ഹായ്. പിന്നെ ഉള്ളത് ഷീബ, അഭിലാഷ്, മിഥു, അജു, പിന്നെ രാജി, സുമി, അന്നമോള്, അല്ലുമോൻ. അത് ഒരു ഫാമിലിയിലാണ്, സുമി, അന്നമോള്, അല്ലുമോൻ. പിന്നെ രജിത കാര്യത്ത്. ഇത്രയും പേർക്ക് ഹായ്. അപ്പോൾ ഒരു രാജി എൻ്റെ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ നേരത്തെ രാജിയുടെ കാര്യം ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. രാജിക്ക് ഹായ് ഞാൻ പറഞ്ഞാണ്, രാജി ഇത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും രാജിക്ക് ഹായ്. അപ്പോൾ ഇത്രയും പേരാണ് ഹായ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി എല്ലാവരുടെയും ഹായ് ഒക്കെ തീർന്നിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായില്ലേ?